ഇതെഴുതിയിട്ടുള്ളത് സനൽ കൊല്ലത്ത് നിന്നാണ്. ഡോക്ടർ, ഞാൻ 24 വയസ്സുള്ള അവിവാഹിതനാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അണുബാധയായിട്ട് ചികിത്സ ചെയ്യുന്നുണ്ടിപ്പോൾ. ഒപ്പം വീക്കവുമുണ്ട്. കൂടാതെ കൗണ്ട് കുറവാണ്. സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരവസ്ഥയുണ്ടായത്? നല്ല വേദനയുണ്ട്. മൊബൈൽ ഫോൺ കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പാൻസിൽ വെക്കാറില്ല. കൗണ്ട് കൂടാൻ എന്ത് ചെയ്യണം? വളരെ നിരാശയിലാണ് ഞാൻ. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോവുകയാണ്. സനൽ, കൊല്ലം. താങ്കളുടെ വിഷമം മനസ്സിലാക്കുന്നു. പക്ഷെ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു പ്രശ്നമല്ല അത്. താങ്കളുടെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റത്തിൻ്റെ പ്രശ്നമാണ്. താങ്കൾ ചെറിയൊരു ജനാല വെച്ച് സൂര്യന് വെട്ടമില്ല എന്ന് പറയുന്നത് പോലെയുള്ളൂ. വലിയൊരു ജനാല വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ മുറിയിലേക്ക് സൂര്യൻ്റെ വെട്ടം എരച്ചു കയറും. താങ്കളുടെ ബീജോത്പാദനം കുറയുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാം. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ വൃഷ്ണത്തിൻ്റെ വലിപ്പം, ബീജവാനിയെ കൊണ്ടിട്ടുള്ള വെയിനുകൾ തടിച്ചെടുപ്പുണ്ടോ, ബീജവാനിയെ കൊണ്ടിട്ടുള്ള ഗ്രന്ഥിക്ക് വീക്കമുണ്ടോ, തലച്ചോറയിൽ നിന്ന് മണിയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ അളവിലുണ്ടെങ്കിലും വൈകല്യമുണ്ടോ, ബീജോത്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന FSH LH എന്ന ഹോർമോണിൻ്റെ അളവ്, സ്ത്രീ ഹോർമോണിൻ്റെ അളവ്, പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ അളവ്, തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ്, താങ്കളുടെ പുരുഷ ഹോർമോണിൻ്റെ അളവ്, ഇതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം തീർച്ചയായിട്ടും താങ്കളുടെ കൗണ്ടിനെ അഫക്റ്റ് ചെയ്യാം. അത് താങ്കൾ അവിടുന്ന് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ മസാജ് ചെയ്ത് സമയം കൾച്ചർ ചെയ്ത് രോഗാണുബാധയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക, ശരിയായിട്ടുള്ള ചികിത്സ തേടുക. ബീജോത്പാദനത്തെ ഉത്തേജിപ്പിക്കുവാൻ പറ്റിയ ഗുളികകൾ ഇന്ന് ധാരാളം ലഭ്യമാണ്. അവ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ കഴിക്കുക. മൊബൈൽ ഫോൺ ഒരിക്കലും പാൻറ്റിൻ്റെ പോക്കറ്റിൽ സ്ഥിരമായി നിക്ഷേപിക്കരുത്. അത് നല്ലതല്ല. ലാപ്ടോപ്പ് ഏറെ നേരം മടിയിൽ വെച്ച് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതും ശരിയല്ല. ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അത്യാധുനിക വന്ധ്യത ചികിത്സയിൽ പുരുഷ ബീജാണുക്കളുടെ എണ്ണം ഒരിക്കലും വന്ധ്യതയ്ക്ക് ഒരു കാരണമായി തീരുകയില്ല. താങ്കളെ സഹായിക്കുവാൻ വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്കുകൾ ഉണ്ട് എന്ന് അറിയുക. സ്വയംഭവം കൊണ്ടാണ് ഈ അവസ്ഥയുണ്ടായതെന്ന് എന്ന് കരുതുവാൻ പറ്റില്ല. താങ്കൾ ശരിയായിട്ടുള്ള ചികിത്സ തേടുക. താങ്കളുടെ അറിവിനെ, താങ്കളുടെ ഈ പുരുഷ വന്ധ്യതയെക്കുറിച്ചുള്ള അറിവിൻ്റെ ലോകം വിശാലമാക്കുക. അപ്പോഴേ താങ്കളുടെ മനസ്സിൽ വഴിവിളക്കുകൾ വരികയുള്ളൂ. വീണ്ടും പറയുകയാണ്, താങ്കൾ പ്രശ്ന പരിഹാരം തേടുക. പ്രശ്നത്തെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പ്രശ്ന പരിഹാരം തേടുക. താങ്കൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കും.